ഇന്നത്തെ പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, കേരളത്തിൽ UBT 300 വാർഡുകളിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടികളുമായി സന്ധിയില്ലാതെ, മുന്നണി ബന്ധമില്ലാതെയാണ് മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥി ഇല്ലാത്ത സ്ഥലങ്ങളിൽ അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരും പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത് നേതാക്കൾക്ക് അവരുടെ ഉചിതമായ തീരുമാനമെടുത്ത് വോട്ട് ചെയ്യാവുന്നതാണ്. രണ്ടാമത് പറയാനുള്ളത്, തിരുമലയിൽ ആനന്ദ് കെ തമ്പി മരണപ്പെട്ടതുമായിട്ടുള്ള വിഷയമാണ്. കാരണം ആനന്ദ് കെ തമ്പി നവംബർ 14 തൃക്കണ്ണാപുരത്ത് ആനന്ദിന് BJP സീറ്റ് കൊടുക്കാമെന്ന് 6 മാസങ്ങൾക്ക് മുമ്പേ ചർച്ച നടന്നതായിട്ടാണ് ആനന്ദ് ശിവസേന സംഘടനാ നേതാക്കന്മാരോട് വിശദീകരിച്ചത്. അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പ്രവർത്തന മേഖല തൃക്കണ്ണാപുരം വാർഡ് കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ അദ്ദേഹത്തിനെ ഒഴിവാക്കിക്കൊണ്ട് മറ്റ് താല്പര്യ കക്ഷികൾക്ക് വേണ്ടി കൊടുത്തു എന്ന നിലപാട് പാർട്ടി സ്വീകരിച്ചപ്പോഴാണ്, BJP സ്വീകരിച്ചപ്പോഴാണ് ആനന്ദ് കെ തമ്പി സ്വതന്ത്രനായി മത്സരിക്കുവാൻ വേണ്ടിയിട്ടൊരു തീരുമാനമെടുത്തത്. അങ്ങനെ സ്വതന്ത്രനായി മത്സരിക്കുവാൻ വേണ്ടി തൃക്കണ്ണാപുരത്ത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള സഹപ്രവർത്തകരുമായിട്ടൊക്കെ ആലോചിച്ചപ്പോൾ അവരൊന്നും പുറമേ നിന്നുള്ള പിന്തുണ കൊടുക്കാം, കൂടെ ഇറങ്ങി ഒന്ന് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യമൊന്നും അവരുണ്ടാക്കി കൊടുത്തില്ല. അപ്പോഴാണ് ആനന്ദിന് ശിവസേന പാർട്ടിയിൽ, അതായത് ശിവസേന UBTയിൽ മെമ്പർഷിപ്പ് എടുത്ത് തൃക്കണ്ണാപുരത്ത് മത്സരിക്കണം, ജയിക്കണം എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായി ഈ കഴിഞ്ഞ നവംബർ 14 13 അദ്ദേഹം പാർട്ടി നേതാക്കളെ ബന്ധപ്പെടുകയും 14 തിരുമലയിൽ അദ്ദേഹത്തിൻ്റെ ഹോട്ടലിലുള്ള ഒരു കോൺഫറൻസ് ഹാളിൽ തിരുമല ഭാഗത്തുള്ള ഏതാണ്ട് മുഴുവൻ നേതാക്കന്മാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട്, ശിവസേന നേതാക്കന്മാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മീറ്റിംഗ് നടത്തി. ആ മീറ്റിങ്ങിൽ അദ്ദേഹം ശിവസേന മെമ്പർഷിപ്പ് സ്വീകരിക്കുകയും തൃക്കണ്ണാപുരത്ത് ശിവസേനയുടെ നേതൃത്വത്തിൽ മത്സരിക്കാമെന്ന് അന്ന് കൂടിയ യോഗത്തിൽ അദ്ദേഹം ഞങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം അത് പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് പിറ്റേ ദിവസം 15 രാവിലെ തൃക്കണ്ണാപുരത്തുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ബന്ധങ്ങളും വ്യക്തിപരമായിട്ടുള്ള ആൾക്കാരെയും വീടുകളിൽ സന്ദർശിച്ച് ശിവസേന സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന വിവരം അദ്ദേഹം എല്ലാ വീടുകളിലും കയറി ഇറങ്ങി വോട്ട് ചോദിച്ചതായിട്ട്, അതിനുശേഷം അന്ന് വൈകിട്ട് 6 മണിക്ക്, അതായത് മരണപ്പെടുന്ന ഈ ആത്മഹത്യ ചെയ്യപ്പെടുന്ന ദിവസം അന്ന് രാവിലെ അദ്ദേഹം ശിവസേന നേതാക്കന്മാരോടൊപ്പം ഉറപ്പ് നൽകി വൈകുന്നേരം 6 മണിക്ക് തിരുമല അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ വീണ്ടും ഒരു മീറ്റിംഗ് കൂടി 17 തീയതി അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ആശ്രമ അങ്കണത്തിൽ വാർഡ് കൺവെൻഷൻ നിശ്ചയിക്കുവാനും ഏതാണ്ട് 150ഓളം പേർക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണ ക്രമീകരണങ്ങളുമൊക്കെ നടത്തിയിട്ട്
അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം, ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ആത്മഹത്യ ചെയ്യണമെങ്കിൽ ഉച്ചവരെ ഊർജ്ജസ്വലനായി പ്രവർത്തിച്ച ഒരാളാണെന്ന്, ഒരു ഭയപ്പാടും അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല. അദ്ദേഹം ബന്ധപ്പെട്ട മുഴുവൻ ആൾക്കാരും, BJP-യുടെ ഒരു വിഭാഗം ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന് ആത്മധൈര്യം കൊടുത്തതാണ്. മത്സരിക്കണമെന്ന്, പൂർണ്ണ പിന്തുണ നൽകാമെന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞതാണ്. അതിനുശേഷം ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം നടന്ന അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിക്കാനിടയായ, അല്ലെങ്കിൽ മരണത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ഉണ്ടായ സാഹചര്യം അത് പോലീസ് അന്വേഷിക്കണം. പോലീസ് ഒരു പ്രത്യേക പോലീസ് ടീം ഉണ്ടാക്കി അതിൻ്റെ മരണത്തിലേക്ക് നയിക്കാൻ സാഹചര്യമുണ്ടായ ആ വിഷയം പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരണം എന്നാണ് ശിവസേനയ്ക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. കാരണം അദ്ദേഹം ആത്മഹത്യ മുനമ്പിലേക്ക് പോകാനുണ്ടായ ഒരു സാഹചര്യവും തലേ ദിവസം ഉണ്ടായിട്ടില്ല. അദ്ദേഹം വാതോരാതെ തന്റെ കുടുംബത്തെക്കുറിച്ചും മകളെക്കുറിച്ചും പാർട്ടിയെക്കുറിച്ചുമൊക്കെ വാതോരാതെ അന്ന് 1 മണിക്കൂറോളം ആ യോഗത്തിൽ സംസാരിച്ച വ്യക്തിയാണ് ആനന്ദ് കെ തമ്പി. അതൊക്കെ എന്ത് വില കൊടുത്ത് മത്സരിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങൾക്കാണ് സംശയമുണ്ടായത്. കാരണം ആനന്ദ് തമ്പി ശിവസേന UBT-യുടെ ബാനറിൽ അവിടെ മത്സരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാരണവശാൽ നിങ്ങൾ പിന്മാറിപ്പോയാലോ, അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും സ്വാധീനിച്ച് സ്ഥാനാർത്ഥിയിൽ നിന്ന് നിങ്ങളെ മാറ്റി നിർത്താൻ നിർബന്ധിച്ചാലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പ് നൽകണം. ഒരു 100 പത്രത്തിൽ ശിവസേന സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മുദ്രപത്രത്തിൽ ശിവസേനയുടെ സംസ്ഥാന ജില്ലാ കമ്മിറ്റിക്ക് എഴുതി തരണമെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അതിനാണ് ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് അദ്ദേഹം തിരുമലയിൽ ഒരുമിച്ച് എല്ലാ നേതാക്കന്മാരെയും ഒരുമിച്ച് കാണാമെന്ന് പറയുകയും ഇത് എഴുതി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആത്മവിശ്വാസത്തോടുകൂടി വളരെ ധൈര്യശാലിയായി സംഘടന എന്നെ സീറ്റ് നിഷേധിച്ചതിൽ എനിക്കവിടെ ജയിക്കണം എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി വന്ന ആനന്ദ് തമ്പിക്ക് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായ ആത്മഹത്യയിലേക്ക് നയിച്ച, അല്ലെങ്കിൽ അതിലേക്ക് കൊണ്ടെത്തിച്ചതിൻ്റെ മുഖ്യ കാരണം എന്തെങ്കിലും ഉണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പുറത്ത് കൊണ്ടുവരണം. ആ കുടുംബത്തിനോട് നീതി കാണിക്കണം എന്നാണ് ശിവസേനയ്ക്ക് അറിയിക്കാനുള്ളത്, പറയാനുള്ളത്.